ഇംഗ്ലീഷിൽ ബി എന്നുള്ള യൂസേജ് പലർക്കും ചില സന്ദർഭങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അപ്പം ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒന്നേ ചെയ്യാനുള്ളൂ. ഇത് ഏതൊക്കെ മലയാള അർത്ഥത്തിലാണ് ഇതിനെ നമ്മൾ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഉപയോഗിക്കുന്നത് എന്ന് പഠിച്ചു വെക്കുക. ബി എന്ന് പൊതുവെ പറഞ്ഞ ആയിരിക്കുക എന്നുള്ള അർത്ഥത്തിൽ, ആവുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുക. ബി ആണ് പറയുന്നത്. അത് ഏതൊക്കെ അർത്ഥത്തിലാണ് ഉപയോഗിക്കുക മലയാളത്തിൽ എന്ന് പഠിച്ചു വെച്ചാൽ മതി. ആവുക, ആയിരിക്കുക. ഇതെങ്ങനെയാണ് ആവുക? നീ ആള് ഇങ്ങനെ ആയാൽ പോരാട്ടം, നല്ല സ്ട്രോങ് ആവണം. നീ സ്ട്രോങ് ആവുക. എന്താണ്? ബി സ്ട്രോങ്. അത് ആവുക എന്നുള്ള അർത്ഥത്തിലാണ്. ആയിരിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പയ്യനോട് പറയാണ് എന്തെങ്കിലും വീക്കായിട്ട് കരയരുത്, സ്ട്രോങ് ആയിട്ടിരിക്കണ്ടേ കുട്ടികളൊക്കെ. അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? സ്ട്രോങ് ആയിരിക്കുക. ബി സ്ട്രോങ്. ബി സ്ട്രോങ്. പിന്നെ നമ്മൾ ക്ലാസ്സിൽ ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ അധികം ബഹളം ഉണ്ടാക്കും. അപ്പോൾ ടീച്ചർ പറയുക എന്താണ്? മിണ്ടാതിരിക്കൂ, ശബ്ദിക്കാതിരിക്കൂ എന്നൊക്കെ പറയില്ലേ? ശബ്ദിക്കാതിരിക്കുക. ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കുക എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ബി ക്വയറ്റ്, ശാന്തമായിട്ടിരിക്കൂ. ബി സൈലന്റ്. ബി ക്വയറ്റ്, ബി സൈലന്റ്. ഇനി നമ്മളൊരാൾ പറയും എന്തെങ്കിലും, അയ്യോ അത് അങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ, നാളെ എന്താ ഉണ്ടാവുക? അപ്പം നമ്മൾ പറയും പേടിക്കല്ലേ, എക്സാം ആണോ മറ്റുള്ള കാര്യങ്ങളാണോ? പേടിക്കാതിരിക്കൂ, വളരെ ആത്മവിശ്വാസത്തോടെ ഇരിക്കൂ. ആത്മവിശ്വാസത്തിന് കോൺഫിഡൻസ്. അപ്പം നമ്മൾ പറയും ആത്മവിശ്വാസത്തോടെ ഇരിക്കൂ എന്ന് പറയുമ്പോൾ ബി കോൺഫിഡൻറ്റ്. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കൂ, ധൈര്യമായിട്ടിരിക്കൂ. ബി വേറെ നമുക്ക് ധാരാളം സ്ഥലങ്ങളിൽ ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. ബി കോൺഫിഡൻറ്റ്. ഇനി നല്ല ധൈര്യമായിട്ടിരിക്കൂ, ഇതാവാതെ മനസ്സിങ്ങനെ വീക്കാവാതെ. അപ്പോൾ നമ്മൾ എന്താ പറയുക? ബി ബോൾഡ്. ബോൾഡ് എന്ന് പറഞ്ഞാൽ ധൈര്യം. ബി ബോൾഡ്. ബി ബോൾഡ്, ധൈര്യമായിട്ടിരിക്കൂ. ഇനി ക്ഷമയോടുകൂടി ഇരിക്കുക. ഇതൊക്കെ ഇത്തരം സന്ദർഭങ്ങളിലാണ്. ആയിരിക്കുക, ആവുക, ഇരിക്കുക, അങ്ങനെയൊക്കെ സന്ദർഭങ്ങളിലാണ് ഇത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഞാനിതാ ഇപ്പം വരാം, നീ റെഡി ആയിട്ടിരിക്കുക. അവരൊക്കെ വരുന്നുണ്ട്, നീ റെഡി ആയിരിക്കുക. ബി റെഡി. ബൈ ദ ടൈം ഐ ഗെറ്റ് ബാക്ക്. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും നീ റെഡി ആയിട്ടിരിക്കുക. ബി റെഡി ബൈ ദ ടൈം. ആ സമയമാകുമ്പോഴേക്കും. ബൈ ദ ടൈം ഐ കം ബാക്ക്. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ ഇരിക്കുക, ആയിരിക്കുക, ആവുക എന്നുള്ള അർത്ഥത്തിലാണല്ലോ ബി എന്നുള്ളത് ഉപയോഗിക്കേണ്ടത് നമ്മൾ. അപ്പോൾ ബി പേഷ്യൻറ്റ്. എന്താണ്? ബി പേഷ്യൻറ്റ്, ക്ഷമയോട് കൂടിയിട്ടിരിക്കുക. ബി യുവർ സെൽഫ് എന്ന് പറയും. ബി യുവർ സെൽഫ്. ബി യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്വാളിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ മറ്റൊരാളാവാതെ നിങ്ങളുടെ ആ ക്വാളിറ്റികളൊക്കെ കാത്തു സൂക്ഷിച്ച് നിങ്ങൾ തന്നെ ആയിട്ടിരിക്കുക. നിങ്ങൾ മറ്റുള്ളവരെ ആവാറുണ്ടോ എന്ന് ചോദിച്ചാൽ ചില സന്ദർഭങ്ങളിലും ചില സാഹചര്യങ്ങളിലും ചില ആൾക്കാർ സ്ഥലമൊക്കെ മാറിയൊക്കെ താമസിക്കുമ്പോൾ സ്വഭാവത്തിലൊക്കെ ചില വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെ ആവരുത്. ബി യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ക്വാളിറ്റീസും എല്ലാ മേന്മകളും മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ തന്നെ ആയിരിക്കുക. അതാണ് ബി യുവർ സെൽഫ്. ബി യുവർ സെൽഫ്. ബി കോൺഫിഡൻറ്റ്, ആത്മവിശ്വാസത്തോടെ ഇരിക്കൂ. ബി ബോൾഡ്, ധൈര്യമായിട്ടിരിക്കൂ. ബി സ്ട്രോങ്, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കൂ, വീക്കാവാതെ മാനസികമായിട്ട് എന്ന കാര്യങ്ങളൊക്കെ നേരിടാനുള്ള ഒരു ധൈര്യം ഉണ്ടാവും. അപ്പോൾ ബി ബോൾഡ്, ധൈര്യം ഉണ്ടാവുക. ബി കറേജിയസ് എന്നൊക്കെ പറയാം. ധാരാളം സന്ദർഭങ്ങൾ അങ്ങനെ ആയിരിക്കുക, ഇങ്ങനെ ആയിരിക്കുക, അങ്ങനെ ആവുക, ഇങ്ങനെ ആവുക എന്നുള്ള അർത്ഥം പറയേണ്ട സമയത്തിൽ അങ്ങനത്തെ സെൻറ്റൻസ് നമുക്ക് പറയേണ്ട ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്ക് ബി വെച്ചിട്ട് പറയാൻ പറ്റും. ബി റെഡി, റെഡി ആയിട്ടിരിക്കുക. ബി സ്ട്രോങ്, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുക. ഇതുപോലുള്ള സാഹചര്യങ്ങൾ, ധാരാളം സാഹചര്യങ്ങൾ നമുക്ക് ബിയെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ആയിരിക്കുക, ആവുക എന്നുള്ള അർത്ഥത്തിലാണ് ബീനെ ഉപയോഗിക്കുന്നത് എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതിൻ്റെ ഗ്രാമറിൻ്റെ കോംപ്ലിക്കേഷനിലേക്കൊന്നും പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതിലേക്ക് പോവാതെ മലയാളത്തിൽ ഇങ്ങനെ പറയേണ്ട സമയത്താണ് ബിയെ ഉപയോഗിക്കുക എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. താങ്ക് യു.